ഇനി പ്രസംഗിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഭയഭക്തി ബഹുമാനത്തോടെ ഇരിക്കണം. മതവും രാഷ്ട്രീയവും രണ്ടാ. അത് രണ്ടായി തന്നെ കാണണം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാ. എന്റെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. മരിച്ചിട്ട് വല്ലതും കിട്ടണമെങ്കിൽ വേറെ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഉസ്താദും കൂട്ടരും ചെയ്യുന്നതാ. ഞങ്ങൾ ഇഹലോകത്തിലെ കാര്യത്തിന് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മരിച്ചു എന്നാൽ സ്വർഗം നൽകാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സമുദായ പ്രസ്ഥാനത്തിനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് ആര്യാടൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാ ഉസ്താദ് പറയുന്ന ഈ പ്രസ്ഥാനത്തെ തന്നെ. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. മുസ്ലിം ലീഗിനെ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിപ്പിക്കാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല രാഷ്ട്രീയ സംഘടനയെയും ഞങ്ങൾ പലപ്പോഴും മാറി മാറി സഹായിക്കാറുണ്ട്. അന്നല്ലാതെ അതുകൊണ്ട് അദ്ദേഹം അവർ മുസ്ലിം സമുദായത്തിന് ഒട്ടാകെ ഉള്ള സംഘടനയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുസ്ലിം, LDF-ലുള്ള മുസ്ലിം അവരൊന്നും മുസ്ലിം അല്ലെന്ന് വരില്ലേ? മറ്റ് രാഷ്ട്രീയ കക്ഷികളെ പോലെ ഒരു രാഷ്ട്രീയ കക്ഷിയാണത്. ഇതാണ് ആര്യാടൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള അവകാശം അവർക്കില്ല. അതുള്ളത് ഉസ്താദിന് മാത്രമാണ്. എന്ന് മാത്രമല്ല, ഈയിടെ എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തുനിന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കണ്ടേ അവരെയൊന്നും. ഞാൻ എന്നും ഒരു മുസ്ലിമാ. ഇസ്ലാം മതം എന്താണെന്ന് എനിക്കറിയാം. അവരൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. ഞാൻ ആ സംഘടനന്റെ പേര് പറഞ്ഞപ്പോ ഈ സരസ് വഷളാക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. ശാന്തി, സമാധാനം, മാനവികത ഇതൊക്കെ രാജ്യത്ത് വളർത്തലാണ് ഏതൊരു മനുഷ്യന്റെയും കടമ. അതിലേക്കാണ് ഉസ്താദിന്റെ പ്രവർത്തനം. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു, ഈ സന്ദേശം മരണം വരെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രതിജ്ഞ അതാ. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതാ. ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, സ്വർഗം കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയേണ്ടത് ഉസ്താദും കൂട്ടരൊക്കെയാണ്, അല്ലേ? പറഞ്ഞൂടെ? ഉസ്താദിന്റെ സമക്ഷത്തിങ്കിൽ എത്തിയതോടെ സ്വർഗം കിട്ടിയ വേറൊരാൾ കൂടിയുണ്ട്. അയാളും ആര്യാടനെ പോലെ തന്നെ ലക്ഷണമൊത്ത കോൺഗ്രസുകാരനാണ്. ഞാൻ മത്സരിച്ച സമയത്ത് ഉസ്താദിനെ ചിലപ്പോൾ സഹായിച്ചിട്ടുമുണ്ട്, ചിലപ്പോൾ തിരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരിക്കലും എന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടായിരുന്നില്ല. അതൊക്കെ ചില ആശയങ്ങളിൽ അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചിലരുടെ ആശയങ്ങളോടുള്ള എതിരഭിപ്രായം കൊണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും വ്യക്തിപരമായി എന്നെ വിളിച്ച് ഉപദേശിക്കാനും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും ഉസ്താദ് അന്നും ഇന്നും ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എന്നും അദ്ദേഹത്തിനോട് കടപ്പെട്ട ആളുമാണ്. ഏതായാലും ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. ഇനി ഉസ്താദിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ പറയാവുന്ന ഒരന്തരീക്ഷം തന്നെ എനിക്ക് സർവശക്തൻ ഒരുക്കി തന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടെ. അപ്പോൾ ഇനി കാര്യങ്ങൾ പറയുന്ന ആര്യാടനൊക്കെ നേരത്തെ പറയുന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സന്ദർഭം ഇപ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. ആര്യാടനെയും മുരളീധരനെയും പോലുള്ള സെക്യുലർ ടെററിസ്റ്റുകൾ ഓർത്തിരിക്കാൻ ഇടയില്ലാത്ത ഒരു കാര്യമാണ് ഡെമോക്രസിക്ക് ഓർമ്മ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയുടെ പേര് ഉയർന്നു കേട്ടത് ഈ ഉസ്താദിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ടാണ്. സുന്നി ടൈഗേഴ്സ്. കേരളത്തിൽ ആദ്യമായി ഭീകരവാദ സ്വഭാവമുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലും ഇല്ലാതാക്കലും ഉയർന്നു കേട്ടതും ആ സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ചേകന്നൂർ കേസ്. ഇതെല്ലാം മറികടന്നാണ് ഉസ്താദിന്റെ ശാന്തിയാത്ര തുടരുന്നത്.